3 കാറുകളിലായിട്ടാണ് ദിയ രാധുവിനെ സെപ്പറേറ്റ് ഒരു കാറിൽ, ഞങ്ങളെ രണ്ടുപേരും സെപ്പറേറ്റ് ഒരു കാറിൽ നിർബന്ധിപ്പിച്ച് അത് തട്ടിക്കൊണ്ട് പോകുന്നത് തന്നെയാണ്. നമ്മളറിയാത്തൊരു വണ്ടിയിൽ നമ്മളെ കയറ്റിയിട്ട് പോകുന്നത്. ഞങ്ങളുടെ സ്വന്തം വണ്ടിയിൽ പോലും വരാൻ വിടാതെ അവരേതോ ഒരു ഓഫീസിലാണ് ഞങ്ങളെ കൊണ്ടുപോയത്. ഇവര് QR കോഡ് നിനക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഇത് എന്റെ സ്ഥലമാണ്. മര്യാദയ്ക്ക് വേഗം വിട്ടോ. പിന്നെ ഇനി നിന്നെ ആരും തട്ടിക്കൊണ്ടു പോകാതെ നോക്കിക്കോ. വർക്ക് ചെയ്യുന്നില്ലെന്ന് പറയും വരുന്ന കസ്റ്റമേഴ്സ്. എന്നിട്ട് അവരുടെ ഫോണിലെ QR കോഡ് കാണിക്കും. ഇതെല്ലാം അവിടുത്തെ CCTV വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ട്. പോലീസിന്റെ കൈവശം ഇരിപ്പുണ്ട്. പോക്കറ്റിലുള്ള പണവും ഈ സ്വർണവും മൊത്തം അടിച്ചു മാറ്റിയാണ്. ഇത് അങ്ങനെയല്ലല്ലോ. പക്ഷെ കള്ളൻ ഞാനായിരുന്നെങ്കിണ്ടല്ല സാറിന്റെ അടിവസ്ത്രം വരെ അടിച്ചാൽ മാറ്റിയാനെ. ജോസി ഇങ്ങനെ നിങ്ങൾക്ക് ആ പൈസ കിട്ടിയോ? നോക്കുമ്പോൾ പൈസ വന്നിട്ടില്ല. ഇത് വെച്ച് അവരെ വിളിക്കുന്നു. ചോദിക്കുമ്പോഴത്തേക്ക് ഇവർ 3 പേര് ജോലി വിട്ടു പോകും. പിന്നീട് ഇത് തന്നെ ധാരാളം ശേഖരമുള്ളേ. വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ പൈസ പോയതിട്ട് അറിഞ്ഞ് ഞങ്ങൾ പോലീസിലേക്ക് പോകുന്നു. ഇവർ 3 പേരും ഇവരുടെ ഫ്ലാറ്റിൻ്റെ താഴെ വരുന്നു, സംസാരിക്കുന്നു. അപ്പോൾ അവരപ്പം തന്നെ സമ്മതിച്ച് ഞങ്ങൾ കുറച്ച് പൈസ എടുത്തിട്ടുണ്ട്, തരാം. പിടിച്ച് പോലീസിലേപ്പിക്കാന്ന് വിചാരിച്ചാ. പക്ഷെ അതിനു മുമ്പ് രണ്ടിനെ ഒന്ന് കണ്ടേക്കാൻ തോന്നി. സാർ തനിക്ക് കാശ് എഴുതി തരാൻ ഞാനല്ലേ? ഞാൻ പറഞ്ഞ ജോലി ചെയ്താൽ മതി. ഒരുമാതിരി ബൂർഷാ ടോണിൽ എന്നോട് സംസാരിക്കരുത്. സംസാരിച്ചാണ് എന്ത് ചെയ്യുള്ളൂ? ഇംഗ്ലീഷിൽ പറഞ്ഞ ദിയയുടെ ഫ്ലാറ്റിലോട്ട് ഞങ്ങളെ വിളിച്ചു വരുത്തുകയും രാവിലെ 10 മണിക്ക് എത്താനാണ് ദിയ നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ എത്തിയതിന് ശേഷം ഞങ്ങളുടെ നിന്ന് പൈസ വാങ്ങിയതിന് ശേഷം ദിയയുടെ വീട്ടുകാർ ഓരോരുത്തരായിട്ട് വിളിക്കുകയും അവരെല്ലാവരും ഓരോ കാറിലായിട്ട് വന്ന് ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ അവർ 5 പേരും 5 സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുകയാണ്. ദിയയെ സംബന്ധിച്ച് ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, എനിക്ക് പെങ്ങളുണ്ട്. ഓ ഇതൊക്കെ എനിക്കുണ്ട്. പക്ഷെ ഇവിടുന്ന് കറഞ്ഞിട്ടെന്താ കാര്യം? ഇത് ഞങ്ങൾ അവൾക്ക് യൂട്യൂബിൽ നാളെ ട്രെൻഡിങ് ഉണ്ടാകുമ്പോൾ ഒരു കണ്ടന്റ് മാത്രമാണ്. എന്തുകൊണ്ട് ഞങ്ങൾ ഇതുവരെയും പുറത്ത് വന്നിട്ടാന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. ഞങ്ങൾ ലീഗലി മൂവ് ചെയ്യാൻ തന്നെയാണ് ഇത്രയും നാളെ ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നും വേണ്ട. നിങ്ങൾ കുടുംബക്കാരല്ലേ? അപ്പോൾ ദിയ ഇങ്ങനെ പറഞ്ഞ് ദിയയുടെ വീട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് വന്നു. 3 കാറുകളിലായിട്ടാണ് ദിയ രാധുവിനെ